വെൽക്കം ടു ഡിസൈൻസ്. നമുക്ക് പുതിയ ചുരിദാറിന്റെ വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്നത് വിചിത്ര സിൽക്ക് ചെയ്തിരിക്കുന്ന ഐറ്റം ആണ്. ഇത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിരിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ. നല്ല കളേഴ്സും ആണ്, നല്ല ഡാർക്ക് നേവി ബ്ലൂവിന്റെ ഷെയ്ഡാണിത്. പിന്നെ ദുപ്പട്ടയ്ക്ക് അകത്തോട്ട് മൊത്തത്തിൽ ഒരു കോപ്പർ ഷെയ്ഡിലുള്ള ത്രെഡ് വർക്ക് മൊത്തത്തിൽ പോയിട്ടുണ്ട്. നല്ല ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ടയാട്ടോ. ഇതിന്റെ ടോപ്പിന്റെ യോക്ക് പോർഷനിൽ ഇതുപോലെ ഡിസൈൻ വരും. ഒരു ഫ്ലവർ പാറ്റേണിലുള്ള എംബ്രോയിഡറി വർക്കാണ്, ലൈറ്റ് ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. ആ കളർ കോമ്പിനേഷൻ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക്. പിന്നെ നമ്പർ G772, റേറ്റ് 990 990. ഇതിന്റെ രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു റെഡ് ഷെയ്ഡ് ആട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ വിചിത്രയെക്കാളും കുറച്ച് ഡിഫറെന്റ് ആണ് ഈ ഒരു മെറ്റീരിയൽ. ഏകദേശം പെട്ടെന്ന് കാണുമ്പോൾ വിചിത്ര പോലെ തോന്നിക്കുന്നേ ഉള്ളൂ, പക്ഷേ സിൽക്ക് മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഒരു ഡിഫറെന്റ് രീതിയിൽ നമുക്ക് സാറിന് വരുന്ന വിചിത്ര ഇങ്ങനെ കുറച്ചുകൂടി ഒഴുകി കിടക്കുകയല്ലേ, അത്രയും അങ്ങോട്ട് ഒഴുകി കിടക്കുന്ന സൈസിൽ. പക്ഷെ അതുപോലെ തന്നെ നല്ലതായിട്ട് ഒതുങ്ങി കിടക്കുന്ന സൈസ് ഫാബ്രിക് തന്നെയാണ്. കളറിന് ചെറിയൊരു വേരിയേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും. ഇത് നേരിട്ട് കണ്ട എനിക്ക് തോന്നുന്നു ഇതിനകത്ത് മൊത്തത്തിൽ കാണുമ്പോഴത്തേനും ഏറ്റവും നല്ലൊരു റെഡ് ഷെയ്ഡ് എന്ന് പറയും. നോർമൽ ഒരു ബ്ലാക്ക് ഇതും കൂടെ മിക്സ് ആയിട്ട് വരുന്നതുകൊണ്ട് നേരിട്ട് കാണുമ്പോഴത്തേന് അത്രയും ഭയങ്കര ബ്രൈറ്റ് അല്ല കേട്ടോ. നല്ല രസമുള്ള റെഡാണ്. സെയിം ഡിസൈൻ തന്നെയാണ് ഇതിലും കൊടുത്തേക്കുന്നത്. അതായത് പോലെ വരും. ഇതിലും ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക് ആണ്. നമ്പർ വരുന്നത് G771, റേറ്റ് 990 മാത്രമേ ഉള്ളൂ, 990. മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് അത്യാവശ്യം നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ. കുറച്ച് നോർമലിനേക്കാളും ഇച്ചിരി തെളിഞ്ഞൊരു കളറാണ്. സാറിന് വിചിത്രയിലൊക്കെ വരുന്നപ്പോൾ ഇച്ചിരി ഡാർക്ക് ആയിട്ട് വരത്തില്ലേ, അങ്ങനത്തെ സൈസ് അല്ല. ഇത് ഡബിൾ ടോൺ ഇല്ല കേട്ടോ. സാറിന് വിചിത്ര വരുമ്പോഴത്തേനും കുറച്ച് ഡബിൾ ടോൺ വരുന്നത് ഞാൻ പറയാറില്ല. അപ്പൊ ചെറിയ കളർ വേരിയേഷൻ വരാറുണ്ട്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു നല്ല കളറാണ്. നമുക്ക് സ്ട്രൈറ്റ് നമുക്ക് ആ ഒരു ഒറ്റ കളർ തന്നെ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഡബിൾ ഷെയ്ഡ് ആയിട്ട് ഒത്തിരി വരുന്നില്ല. പിന്നെ ആ ഒരു ബ്രൈറ്റ്നെസിന്റെ കൂടുതലും കുറവും അത് ചിലപ്പോൾ ഈ വെട്ടത്തിന്റെ വ്യത്യാസം ചെറുതായിട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇത് നല്ല രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ്, അത്യാവശ്യം തെളിച്ചുള്ള ഗ്രീന്. ഇതിൻ്റെ അകത്തും സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ബോട്ടം ഇതിൻ്റെ അകത്ത് തന്നെ കേട്ടോ. എല്ലാത്തിനും സാറ്റിൻ സിൽക്കാണ് ബോട്ടം പീസ് വെച്ചേക്കുന്നത്. ഇതിന്റെ നമ്പർ G770, റേറ്റ് 990 990. ഇതിന്റെ ലാസ്റ്റത്തെ കളർ നാലാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു വൈൻ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാട്ടോ. ഇതിലും ഭയങ്കര ബ്രൈറ്റ്നെസ് ഇല്ല, ഡാർക്കർ ഷെയ്ഡ് തന്നെയാണ്. സെയിം ഡിസൈൻ തന്നെയാണ് അതിലും കൊടുത്തേക്കുന്നത്. പിന്നെ ഞാൻ നമ്പറിന്റെ കാര്യം പറയാൻ മറന്നുപോയി. നമ്പർ ചേഞ്ച് ആണ്, പഴയ നമ്പർ അല്ല. കുറച്ച് ദിവസമായിട്ട് നമ്മൾ പുതിയ നമ്പർ കാണിക്കുന്നുണ്ട്. ഡിസ്പ്ലേ നോക്കിയിട്ട് ആ നമ്പറിൽ വേണം വാട്സപ്പ് ചെയ്യാനായിട്ട്. ഇതിലും ദുപ്പട്ടയ്ക്കകത്തും ഫുൾ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ച് നല്ല ഐറ്റം ആട്ടോ. ഇതും വാഷ് ചെയ്യുന്ന കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. റഫ് ആയിട്ട് യൂസ് ചെയ്യാം, കുഴപ്പമില്ലാത്ത സൈസ് മെറ്റീരിയലാണ്. മൊത്തത്തിൽ വർക്കും കൊടുത്തിട്ടുണ്ട്. ആ ദുപ്പട്ടയ്ക്കകത്ത് മൊത്തത്തിൽ വർക്ക് ആയതുകൊണ്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ബോട്ടം സാറ്റിൻ സിൽക്കാണ്. നമ്പർ വരുന്നത് G769, റേറ്റ് 990 990.